നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പ്രത്യൂസ് ചാനൽ. യെസ്, നിങ്ങളെല്ലാം ടൈറ്റിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ സാധാരണ എല്ലാ വർക്കും ചെയ്യുന്ന ഷോപ്പിലുള്ളത് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മളെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ i20യുടെ അകത്ത് ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ നമ്മളെ ഹെഡ്ലൈറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വെള്ളം കയറുന്ന ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇതോട്ട് വെയിലൂട്ടിയാണ് കയറുന്ന വെള്ളം ഈ കവറിനുള്ളിലോട്ട് തന്നെ അല്ലേ? ഓക്കെ, ഇത് ഹോൾ ഇട്ടോണ്ട് എക്സ്ട്രാ സീൽ ചെയ്യണം അല്ലേ? ഇത് എക്സ്ട്രാ എന്തിനിട്ടായിരിക്കും? ബൾബിന്റെ ഹോൾഡറെല്ലാം വരുമ്പോൾ ഓക്കെ ഓക്കെ എക്സ്ട്രാ വയർ വരുമ്പോ അല്ലേ? എക്സ്ട്രാ വയർ ഓൾറെഡി ആഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഹോളിന്റെ വലിപ്പം കൂടി അതിലൂടെ വെള്ളം കയറിയിട്ടാണ് ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് വെള്ളം കയറാൻ തുടങ്ങിയത്. അതിപ്പം എനിക്ക് തോന്നുന്നു സീൽ ചെയ്തതിനെ പ്രോപ്പറായിട്ടൊന്ന് ഫിക്സ് ശരിയാവുമല്ലേ? അതുകൊണ്ട് അതിലോട്ട് തന്നെ കയറുന്നു. വേറെ പോകാൻ ചാൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? വേറെ പോകാൻ ചാൻസ് ഇങ്ങനെ തന്നെ വെച്ചോണ്ട് കാര്യമില്ല. ഇത് ഫോഗ് ഇതിനുള്ളിൽ തന്നെ കുറച്ച് തുറക്കണം. എല്ലാം ഊരിയിട്ട് ഹെഡ്ലൈറ്റ് ഊരിയിട്ട് നല്ല തുറന്നിട്ടെല്ലാം ഇത് സീലയച്ചിട്ട് തുടക്കേണ്ടി വരും അല്ലേ മൊത്തം? ഇത് ഇതാക്കണ്ടോ എന്താ പരിപാടി ഇതോട്ടപ്പോ? ഹെഡ്ലൈറ്റ് ഊരുമോ? ഹെഡ്ലൈറ്റ് മൊത്തം ഊരണം അല്ലേ? വെള്ളം കയറിയുണ്ട്. ഇപ്പൊ റീസ്റ്റോറേഷൻ അടക്കം ചെയ്യേണ്ടി വരും. ഇതിന്റെ കവർ ഊരുന്നുണ്ടോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്? ഹെഡ്ലൈറ്റ് ഊരിയിട്ട് മൊത്തം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബൾബ് മാറ്റി. എന്നിട്ട് ഇത് ആഡ് ചെയ്യുന്ന LED ആണോ? LED. അപ്പോൾ ഹൈലജനുള്ള നമ്മൾ LED-യിലേക്കാണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് ഹൈലജൻ മാറ്റി LED ഇടുമ്പോൾ ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം. നിലവിൽ നമുക്കിപ്പോൾ എല്ലാ വാഹനങ്ങളിലും LED വരുന്നതുകൊണ്ട് അതൊരു ഇഷ്യൂ ആയി മാറുന്നില്ല. മാത്രമല്ല നമുക്ക് വയറിങ്ങിൻ്റെ മുകളിലുള്ള ലോഡും ഒരുപാട് കുറയും ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഓൾറെഡി വയറിംഗ് കിറ്റൊക്കെ എക്സ്ട്രാ ചെയ്ത വണ്ടിയാണ്. ഹെഡ്ലൈറ്റിൻ്റെ 30 ആമ്പിൻ്റെ കയറ്റിയതാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് പവർ കൂടിയ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ഇതിൽ ഹൈലജൻ തന്നെ ഇടാം. പക്ഷെ നമ്മൾ LED ഇട്ടിട്ട് മാറ്റാനാണ് വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റും അപ്പുറത്തെ ഹെഡ്ലൈറ്റിനും ഡിഫറൻസ് കാണാം. ഇതിൽ ക്ലിയർ ആണ്, പക്ഷേ ഇത് ക്ലിയർ അല്ല. ഒരു ഫോഗി ആയിട്ടുള്ളൊരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വെള്ളം കയറുന്നത്. അപ്പോൾ ഫോഗിനെസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇതിൽ ഹോളിൽ കുറവല്ലേ? ചെറിയ ഹോളേ ഉള്ളൂ. അല്ല, ഇവിടെ ചെറിയ ഹോളേ ഉള്ളൂ. എക്സ്ട്രാ ഇടുന്ന സമയത്ത് ചെറിയ ഹോള് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പുറം എന്ന് വെച്ചാൽ അതിൻ്റെ ഹോള് വളരെ വലിപ്പമുള്ള ഹോളാണ്. ഈ 3 വലിയ ഹോളായതുകൊണ്ടാണ് ഇതിലൂടെ വെള്ളം ഇറങ്ങിയത്. ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് അല്ലേ? ക്ലിപ്പാണല്ലേ? അപ്പോൾ ഈ കംപ്ലീറ്റ് ക്ലിപ്പ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബമ്പർ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട്, അതായത് നമ്മൾ ആ ഹെഡ്ലൈറ്റ് അയച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുതിയ ബൾബും കാര്യങ്ങളും ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മൾ ബമ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ടയറിൻ്റെ അടിയിലുള്ളൊരു സംഭവം, അതായത് ടയറിൻ്റെ അടിയിലൊരു സ്ക്രൂ വരുന്നുണ്ട് ഇവിടെ. അതും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് സാധനം റിമൂവ് ചെയ്യാൻ വേണ്ടത്. ഹോണൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് C6-ൻ്റെ ഈ ഹെഡ്ലൈറ്റാണ്. E6-ൻ്റെ ഹെഡ്ലൈറ്റ് ബൾബാണ്. അപ്പോൾ ഇതുപോലെ തന്നെ C6-ൻ്റെ മാത്രമല്ല, നമ്മൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ആഡ് ചെയ്തത് നൈറ്റ് ഐഡ് ചെയ്തത്. അപ്പോൾ നൈറ്റ് ഐഡ് വീഡിയോ എൻ്റെ ചാനലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ C6-ൻ്റെ ഹെഡ്ലൈറ്റ് ബൾബാണ്. 36 വാട്ട്സ് 3800 ലുമൻസ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. നമ്മളെ കമ്പനി വരുന്നത് 5560 ആ റേഞ്ചിലാണ്. 5560 ആ റേഞ്ചിലാണ് കമ്പനി ബൾബ്. അതിനെക്കാട്ടും കറണ്ട് കൺസപ്ഷൻ കുറഞ്ഞ LED ആണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതോട്ട് ഇതിനകത്ത് ക്ലിപ്പ് വരുന്നുണ്ടോ ഹെഡ്ലൈറ്റിനകത്ത്? ബോൾട്ടാണല്ലേ? ബോൾട്ട് റിമൂവ് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ട് പണിയേണ്ട വന്നു ഹെഡ്ലൈറ്റ് ഊരി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. കണക്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ? ഇതോട്ട് ഇപ്പോൾ നമ്മളെങ്ങനെയാണ് ക്ലീൻ ചെയ്യാം? തുണീനെ കൊണ്ട് തന്നെ ഫുള്ള് ക്ലീൻ ചെയ്യണം അല്ലേ? ഉള്ളിൽ വെള്ളം കയറിയ മൊത്തം, അല്ലെങ്കിൽ ഈർപ്പം എന്തായാലും വരുമ്പോൾ അടിച്ചു പോലെ ലൈറ്റ് ചെയ്യുമ്പോൾ. അതൊന്നും അടിച്ചു കൊടുക്കണ്ടേ? WD-40 അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാം. നമ്മൾ ഹെഡ്ലൈറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കംപ്ലീറ്റ് വേപ്പറാണ്. അപ്പോൾ നമ്മൾ തുണി ഇട്ടിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിലെടുത്തിട്ട്
ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഫുൾ വൈപ്പർ അതിൻ്റെ അകത്ത്. ഈ വൈപ്പർ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക്. ഇവിടെയും തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് പുതിയ ബൾബ് ഇടാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇട്ട ബൾബ് അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഉള്ളിൽ തുണി ഇട്ടിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പക്ഷെ മെനക്കെട്ട പണി തന്നെയാണല്ലേ. ആരും നിൽക്കൂല ലീനൊന്നും. ഭയങ്കര വീട് മെനക്കടൻ. ബൾബ് ഇടാൻ വന്നതായിരുന്നു, പക്ഷെ ഈ കണ്ടീഷനിൽ ഇടാൻ മുക്കൂർക്കും താല്പര്യമില്ല. അതെ അതെ, അത്ര വിഷയന്റെ സാധനമല്ലേ. ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് നമ്മൾ അയച്ചിട്ട് സാധാരണ നമുക്ക് വേണമെങ്കിൽ ഇത് അയച്ചിട്ട് സീലൻ്റ് അയച്ചിട്ട് 2 പീസാക്കി ഇട്ടിട്ട് ചെയ്യാം. പക്ഷെ അത് റിസ്ക് ആണ്, കാരണം കമ്പനി ഒരു ഫിറ്റിംഗ് പിന്നെ കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ പോർഷനും ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട് തുണിയിട്ടിട്ട്. ഇതുവരെ നമ്മൾ സിലിക്കോൺ ജെല്ലായിട്ട് ഇട്ടിട്ട് വെക്കേണ്ടി വരും അല്ലേ. 2 ദിവസം അപ്പം കുറേ ഭാഗം പോലും അല്ലേ. പിന്നെ അങ്ങനെയൊന്നും വരില്ല. ഇട്ടിട്ട് എടുക്കലും റിസ്ക്കാ സിലിക്കോൺ ജെല്ലല്ലേ, അതും പ്രശ്നമാണ്. വൃത്തിയാക്കാൻ പറ്റിയിട്ട് കാര്യമില്ല. എന്തായാലും അതെ സംഗതി വീണ്ടും തീരുമാനം. നമ്മളിവിടെ ഒരു എക്സ്ട്രാ സാധനം കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ i20ൻ്റെ അകത്ത് ഇതാണ് സാധനം. ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മൾ നോക്കണം. സ്ക്രൂ എക്സ്ട്രാ ചെയ്യേണ്ടി വരും, കാരണം ഇതിൽ സ്ക്രൂ മൗണ്ടിങ്ങുള്ള ഓപ്ഷനൊന്നും കാണുന്നില്ല. അപ്പോൾ എക്സ്ട്രാ സ്ക്രൂ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യേണ്ടി വരും ഈ സംഭവം. പിടിക്കണം. ഗ്യാപ്പ് അല്ലേ, ഇതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഇത് ഫിറ്റിങ്ങിനകത്ത്. ഇപ്പോൾ നമ്മൾ i20ൻ്റെ അകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു ഇവിടെ. പക്ഷെ അത് കറക്റ്റ് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളത് ഫിറ്റ് ചെയ്യേണ്ട പ്ലാനില്ല. എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്നെല്ലാം അറിയാണ്ട് സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചിലപ്പോൾ പറ്റാണ്ടൊക്കെ വരും. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ട് ഷോപ്പിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് പിന്നെ നോക്കാം. സംശയമാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. എന്നാലും നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ. ഇതോടെ പണി കഴിഞ്ഞല്ലേ. ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റ് ഇടുന്നല്ലേ. ഇത് ഫാന് വരുന്നുണ്ടോ ഇപ്പം അല്ലേ? LED ആയതുകൊണ്ട് ഇതിനകത്ത് ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ ആണല്ലേ. പുതിയ വയറിംഗ് ആയാലും പ്രശ്നമൊന്നുമില്ല. വാറണ്ടി പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. LED ഇടുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. LED ഇടുമ്പോൾ ഇതാണ് കുറച്ച് പുറത്തോട്ടോ. ഇങ്ങനെ മറ്റേ കവറ് ഇത് കട്ടാക്കേണ്ടി വരും അല്ലേ. അതും പ്രോപ്പർലി കട്ട് ചെയ്യണം, അല്ലെ വെള്ളം കയറുന്ന കുറച്ച് ഇതേപോലെ വരികയും ചെയ്യും. ഏത് ഈ അടിഭാഗം ഈ പല്ലുണ്ടോ, ഈ ഭാഗം മാത്രമേ കട്ടാക്കും. ഈ ഭാഗം ഇത്രം വരെ കട്ടാക്കും. ഈ ഭാഗം ഒന്നും കട്ടാക്കാൻ പാടില്ല അല്ലേ. എന്നിട്ട് കറക്റ്റ് സീൽ ചെയ്യുമ്പോഴല്ലേ നമുക്ക് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുഴപ്പമില്ല, വെള്ളം ഒറ്റ തുള്ളി പോലും കയറില്ല. ഒരു തുള്ളി പോലും കയറും. ഓക്കെ ഓക്കെ. ഇങ്ങനെ കട്ടാക്കിയാൽ പിന്നെ സാധനം പോയി. എന്തിട്ടാലും വെള്ളം കയറും. ഇതാണ് കമ്പനി വയറിങ്. ഇത് ഡയറക്റ്റ് ഇപ്പോൾ സൂട്ടാവും ഇതിലേക്ക്. അയിലിനാ കാലം പോലെ. ഇതിപ്പോൾ നിങ്ങൾ സീൽ ചെയ്യേണ്ടി വരൂലേ? ഇതെന്തായാലും സീൽ ചെയ്യേണ്ടി വരില്ല എന്താ കൊണ്ടിട്ട്. ഏത് പോയിന് പാർക്കും മാറ്റേണ്ടി വരും അല്ലേ. LED ഇടേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ റബ്ബർ ടൈപ്പ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യണം. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യും. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ എയർ പോകാത്ത പ്രശ്നം വരുമോ? ഇല്ലല്ലേ. അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ എയർ പോകില്ലല്ലോ. ഇല്ലല്ലേ. നമ്മൾ ഫുള്ള് സീൽ ചെയ്തിട്ടുണ്ട് വെള്ളം കയറാത്ത രീതിയിൽ. ഇനി വെള്ളം കയറുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതായിരുന്നു ഇതിലുണ്ടായ ആദ്യത്തെ ബൾബ് എന്ന് പറയുന്നത്. 130/100 അതായത് 130 ഹൈ ബീമും 100 ലോ ബീമും വരുന്ന ബൾബ് ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു എക്സ്ട്രാ വയറിംഗ് കിറ്റിയിൽ ആഡ് ചെയ്തത്. കാരണം കമ്പനി വയറിംഗ് ഇത് താങ്ങൂല. അപ്പോൾ ഇനിയിപ്പം ആ വയറിങ്ങിന് നമ്മൾ മാറ്റാനൊന്നും പോകുന്നില്ല. എന്നാലും നമ്മൾ അതിനെക്കാട്ടി വളരെ വാട്ടേജ് കുറഞ്ഞതാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന LED എന്ന് പറയുന്നത്. 36 വാട്ട്സ് അല്ലേ. ഇതോട്ട് 36 വാട്ട്സ് അല്ലേ വരുന്നത്. അത്ര ഉള്ളൂ ഇത്.
ഒന്ന് ഈ സൈഡ്. അപ്പോൾ നമ്മുടെ വർക്കുകളുടെ i20ൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് രണ്ടാൾക്കാരോട് വന്നിട്ടുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ രണ്ടാൾക്കാർ നമ്മൾ ചാനൽ എഡിറ്റ് വല്ലേ അല്ലേ, ആൾട്ടോൻ്റെ വീഡിയോ കണ്ടിട്ടല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഇതാണ് വണ്ടി. നിങ്ങളത് ലാമിനേഷൻ സീറ്റ് കവറാണോ പ്ലാൻ ചെയ്യുന്നത്? ലാമിനേഷൻ സീറ്റ് കവർ അല്ലേ? പുറന്നേലും കാണിച്ചു തരും കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അതിൽ വീഡിയോ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ വീഡിയോ കൂടി ഞാൻ വേണം വേറെ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിനോട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ആർക്ക് ലൈറ്റ് കൂടി, ആർക്ക് ലൈറ്റ് ഇത് മാറ്റണം. ഇപ്പുറ സൈഡ് നമ്മൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഫറൻസ് കാണാം. വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ സൈഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ലല്ലോ? വേറെ ബൾബിൻ്റെ മുകളിൽ 2 ഫിലമെൻ്റ് താഴെ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ ഹെഡ്ലൈറ്റ് കൂടി മാറ്റിയിട്ടുള്ളത്, അതായത് അപ്പുറത്തെ സൈഡിലെ സെയിം പ്രോസസ്സിന് ഇപ്പുറം ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേ C6ൻ്റെ തന്നെ ഫോഗ് ലൈറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അകത്ത്. ഫോഗ് ലാമ്പിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ളത് ഹാലജനാണ്. കാണിച്ചു തരാം. ഈ ഹാലജനോ കമ്പനി വരുന്ന ഈ ഹാലജൻ ടൈപ്പാണ്. അത് മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള LED ആണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് എത്ര ഇതോട്ടെ 36 വാട്ട്സ് തന്നെയാണ് ഇത് ഫോഗ് ലാമ്പ്. കാണാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഫോഗ് ലൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ കാരണം കറക്റ്റ് ഫിറ്റ് ഹോൾഡർ വരില്ല. അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വെള്ളമൊന്നും കയറുന്ന ഇഷ്യൂസ് ഒന്നും വരുമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഈ സൈഡിലെ ഫിറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ പ്രോസസ്സിന് നമ്മൾ ഇപ്പോഴും ചെയ്യും രണ്ടും, അതായത് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ലാമ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊസീജിയർ നമ്മൾ ഇപ്പോഴും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ കാണിക്കുന്നില്ല, സെയിം പ്രോസസ്സ് തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ അതുപോലെ തന്നെ ഫോഗ് ലൈറ്റിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് മെയിനായിട്ട് നമ്മൾ വള്ളംകേരിയുടെ ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ C6ൻ്റെ LED ഹെഡ്ലൈറ്റ് ഇൻസ്റ്റാളേഷൻ ആയിരുന്നു. ഫോഗ് ലൈറ്റും ഹെഡ്ലൈറ്റും ഇൻസ്റ്റാളേഷൻ ആയിരുന്നു നമ്മൾ വീഡിയോയിൽ കണ്ടത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ട് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായി കണ്ടതുകൊണ്ട് തന്നെ ഏതായാലും നമ്മുടെ ഇതുപോലുള്ള കണ്ടൻറ്റ്സ് വീണ്ടും നിങ്ങളുടെ നമ്മുടെ ചാനൽ വരുന്നത് കൊണ്ട് തന്നെ ഒന്ന് ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്ന് ഇത്രയാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Till the next time we meet, this is Pratyush signing off. Goodbye and have a nice time.